സിറിയയിൽ കൂട്ടക്കൊല തുടരുകയാണ് വിമത ഭരണകൂടം. അഹമ്മദ് ഷറയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ലതാക്കിയ ഗ്രാമത്തിൽ നടത്തിയ ആക്രമണത്തിൽ 1000-ലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിൻ്റെ അനുയായികളും വിമത ഭരണകൂടത്തിൻ്റെ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കഴിഞ്ഞ 4-5 ദിവസമായി സിറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ നടക്കുകയാണ്. ഈ ആക്രമണങ്ങൾക്കിടയിലാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൂട്ടക്കുരുതി നടത്തിയിരിക്കുന്നതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. അൽ ഖ്വയ്ദയുടെ കൂട്ടക്കൊലയാണ് സിറിയയിൽ നടക്കുന്നത് എന്ന് ഇസ്രായേൽ ആരോപിച്ചിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് തന്നെയാണ് ഇത് സംബന്ധിച്ച നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒരു ഭരണകൂടത്തെക്കാൾ ഉപരി അൽ ഖ്വയ്ദയുടെ ഒരു കൊടും ഭീകരനായി അഹമ്മദ് ഷറ എന്ന സിറിയയുടെ നിലവിലെ പ്രസിഡന്റ് മാറിയിരിക്കുന്നതായി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. തെക്കൻ സിറിയയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ അതിർത്തികളിൽ അതിശക്തമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. സിറിയയിൽ നിന്നുള്ള ഏതൊരു പ്രകോപനത്തെയും നേരിടാൻ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കുന്നത്. ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തെ പുറത്താക്കിയത് കഴിഞ്ഞ ഡിസംബറിലാണ്. വിമത സേനയുടെ സേനാ മുന്നേറ്റത്തിൻ്റെ 16-ാം ദിവസം ബാഷർ അൽ അസദിന് തൻ്റെ പ്രസിഡന്റിൻ്റെ കൊട്ടാരം വിട്ട് ഒളിവിൽ പോവേണ്ടി വന്നു. ഒടുവിൽ ഈ വിമത സേനയുടെ കയ്യിൽപ്പെടാതെ ബാഷർ അൽ അസദിനെ റഷ്യയിലേക്ക് കടക്കാൻ സഹായിച്ചത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദാണ്. ആ മൊസാദ് തന്നെയാണ് സിറിയയിലെ ബാഷർ അൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ചതെന്ന ആരോപണം ഇറാൻ പിന്നീട് ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ബാഷർ അൽ അസദ് സർക്കാർ വീണതിന് പിന്നാലെ സിറിയയിൽ വിമത സേന അധികാരം പിടിച്ചു. അൽ ഗോലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സേന അഹമ്മദ് ഷറയെ പ്രസിഡന്റാക്കി. അതിന് പിന്നാലെ സിറിയയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല ഇടങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തു. പ്രത്യേകിച്ച് ഗോലാൻ കുന്നുകൾ, അതുപോലെ തന്നെ ഹെർമൺ പർവ്വതം. ഗോലാൻ കുന്ന് എന്നുള്ളത് കാലങ്ങളായി ഇസ്രായേലും സിറിയയും തമ്മിൽ തർക്കമുള്ളൊരു പ്രദേശമാണ്. ഗോലാൻ കുന്നിന് മുകളിലെ സിറിയയുടെ ബേസ് ക്യാമ്പ്, സിറിയൻ സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പ് മാറ്റുകയും അവിടെ ഇസ്രായേൽ തങ്ങളുടെ ബേസ് ക്യാമ്പ് സ്ഥാപിക്കുകയും ചെയ്തു. ഗോലാൻ കുന്ന് എന്നത് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച്, പശ്ചിമേഷ്യയെ സംബന്ധിച്ച് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ്. എല്ലാ രാജ്യങ്ങളിലേക്കും പ്രധാനപ്പെട്ട ആക്സസ് ഉള്ളൊരു പ്രദേശമാണ്. അവിടെ ഒരു സൈനിക പോസ്റ്റ് എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും സ്വപ്നമാണ്. ആ മേഖല ഇസ്രായേൽ പിടിച്ചെടുത്തു. കൂടാതെ ബഫർ സോൺ കഴിഞ്ഞ് സിറിയയ്ക്കുള്ളിലുള്ള വലിയ പ്രദേശങ്ങളിൽ വരെ ഇസ്രായേലി സേനയുടെ സാന്നിധ്യം ഇപ്പോഴുമുണ്ട്. ഇത് റഷ്യയെയും തുർക്കിയെയും വല്ലാതെ പ്രകോപിപ്പിക്കുന്നത്. കാരണം സിറിയയ്ക്കുള്ളിൽ വലിയ സ്വാധീനമുള്ള 2 രാജ്യങ്ങളാണ് റഷ്യയും തുർക്കിയും. സിറിയയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സിറിയയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിക്കൊണ്ട് സിറിയയെ പല കാര്യങ്ങൾക്കായി കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിച്ച 2 രാജ്യങ്ങളാണ് തുർക്കിയും റഷ്യയും. ആ തുർക്കിയും റഷ്യയും സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ സിറിയയിലെ സാന്നിധ്യം അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തുർക്കി പലതവണ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി, സിറിയയിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോകണം. എന്നാൽ ഇസ്രായേൽ ആകട്ടെ സിറിയയിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ലെന്ന് മാത്രമല്ല, സിറിയയുടെ കൂടുതൽ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള നീക്കത്തിലാണ്. ഇതിനെതിരെ സിറിയയുടെ വിമത ഭരണകൂടം വലിയ മുന്നറിയിപ്പുകൾ ഇസ്രായേലിന് നൽകി. ഇസ്രായേലുമായി വേണമെങ്കിൽ ഒരു ഏറ്റുമുട്ടലിന് തയ്യാറാണെന്ന് അഹമ്മദ് ഷറ വ്യക്തമാക്കി. അതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ആഭ്യന്തര കലഹം സിറിയയ്ക്കുള്ളിൽ രൂക്ഷമായിരിക്കുന്നത്. സിറിയൻ സർക്കാരിനെതിരെ ബാഷർ അൽ അസദിൻ്റെ നേതൃത്വത്തിലുള്ള, അല്ലെങ്കിൽ ബാഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം, ലതാക്കിയ മേഖലയിലാണ് അവരുടെ വലിയ സ്വാധീനമുള്ളത്. ആ മേഖലയിൽ നിന്ന് വൻതോതിലുള്ള ആക്രമണം ആരംഭിച്ചിരിക്കുന്നു. 1000-ലധികം സിവിലിയന്മാർ ഈ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൂടാതെ 145ഓളം ബാഷർ അൽ അസദിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. സൈന്യത്തിലെ 140ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഈ ഘട്ടത്തിൽ ഇസ്രായേൽ നിർണായകമായ ഒരു ഇടപെടൽ നടത്തുകയാണ്. സിറിയ എന്ന അയൽ രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര കലഹം ഒരിക്കലും ഞങ്ങളെ ബാധിക്കാതെ നോക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ഇസ്രായേൽ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അതിർത്തിയിൽ അതിശക്തമായ ഒരു സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. അതുമാത്രവുമല്ല, തെക്കൻ സിറിയയ്ക്കുള്ളിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു. കാരണം തെക്കൻ സിറിയയ്ക്കുള്ളിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത്, അവിടെ സമാധാനം പുലരണം, എങ്കിൽ മാത്രമേ അയൽ രാജ്യമായ ഇസ്രായേലിൽ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയൂ എന്ന് ഇസ്രായേൽ പറയുന്നു. കാര്യം ഇത്രയേ ഉള്ളൂ. നേരത്തെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ പേരിൽ തെക്കൻ ലെബനനിലേക്ക് കടന്നു കയറിയ ഇസ്രായേലി സൈന്യം ഇപ്പോഴും അവിടെ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലി സേന ഇതുവരെ പിന്മാറിയിട്ടില്ല.
ഇനി ഉടനൊന്നും തന്നെ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കി. അതിന് സമാനമായി തെക്കൻ സിറിയയ്ക്കുള്ളിലും ഇസ്രായേൽ സേന കടന്നുകയറുന്നു. തെക്കൻ സിറിയയ്ക്കുള്ളിലെ ആഭ്യന്തര സംഘർഷത്തിൽ ഇടപെടുന്നു. തെക്കൻ സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് യാതൊരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്നു. അതിനുവേണ്ടി തെക്കൻ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേലി സേന തമ്പടിക്കും. ഇനി അധികം വൈകാതെ തെക്കൻ സിറിയയുടെ ഒരു ഭൂപ്രദേശം കൂടി ഇസ്രായേലിനൊപ്പം ചേർക്കും. ഇതാണ് വിശാല ഇസ്രായേൽ എന്ന കാഴ്ചപ്പാടിലൂടെ ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വയ്ക്കുന്നത്. ചുറ്റുമുള്ള എല്ലാ അറബ് ഇസ്ലാമിക രാജ്യങ്ങളെയും പിടിച്ചടക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. സിറിയയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയും സിറിയയിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലടിച്ച് അവർ ഇല്ലാതാവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ സിറിയയുടെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്ത് അത് ഇസ്രായേലിനൊപ്പം ചേർക്കുക എന്നുള്ള വമ്പൻ ലക്ഷ്യം നിറവേറ്റുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു.